കടലിന്റെ ആഴം നാം നിരവധി ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് സൺലൈറ്റ് സോൺ അല്ലെങ്കിൽ എപ്പിപെലാജിക് സോണിലാണ്. സൂര്യപ്രകാശം വളരെയധികം ലഭിക്കുന്ന ഒരു ഭാഗമാണിത്. കടലിന് മുകളിൽ നിന്നും ഏകദേശം 198 മീറ്റർ വരെയാണ് ഈ ഒരു ഭാഗമുള്ളത്. ഈ ഒരു ഭാഗത്താണ് കടലിലെ ഭൂരിഭാഗം മത്സ്യങ്ങളും ജീവിക്കുന്നത്. അപ്പോ നമുക്കിനി കുറച്ചാഴത്തിലേക്ക് പോകാം. പക്ഷേ ആഴത്തിലേക്ക് നാം പോകുന്തോറും ചെറിയൊരു പ്രശ്നം നമുക്ക് കാണുവാൻ കഴിയും. അതെ, സൂര്യപ്രകാശം. താഴോട്ട് പോകുന്തോറും സൂര്യപ്രകാശം മങ്ങി വരികയാണ്. ഈ ഒരു ഭാഗത്തെ ട്വൈലൈറ്റ് സോൺ അഥവാ മെസോപെലാജിക് സോൺ എന്നാണ് വിളിക്കുന്നത്. കടലിന് മുകളിൽ നിന്നും 198 മീറ്റർ മുതൽ 1005 മീറ്റർ അഥവാ 1 കിലോമീറ്റർ വരെ ട്വൈലൈറ്റ് സോൺ വ്യാപിച്ചു കിടക്കുന്നു. ഈ ഒരു ഭാഗത്തെ സ്കൂബ ഡൈവിംഗ് വളരെയധികം അപകടം നിറഞ്ഞതാണ്. കാരണം കരയിലെ അപേക്ഷിച്ച് അവിടുത്തെ മർദ്ദം 26 മടങ്ങ് കൂടുതലാണ്. നമ്മുടെ ശ്വാസകോശത്തെ വരെ തകർക്കുവാനുള്ള മർദ്ദമുണ്ടത്. പക്ഷേ എന്നിരുന്നാലും ഈ ഭാഗവും നിരവധി ജീവികളാൽ സമ്പന്നമാണ്. അപ്പോ നമുക്കിനി കുറച്ചുകൂടി താഴേക്ക് പോകാം.